ഐ നോബഡി പൃഥ്വിരാജിൻ്റെ ലേറ്റസ്റ്റ് പടം. വിലായത്ത് ബുദ്ധക്ക് ശേഷമുള്ള പടം. അയ്യോ, വിലായത്ത് ബുദ്ധ, എൻ്റെ പൊന്നോ. എന്തായാലും ഈ പടത്തിനകത്ത് അതുപോലത്തെ ഒന്നുമില്ല. അത്യാവശ്യം ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഈ ഐ നോബഡി ഫീൽ ആയിരിക്കുന്നത്. നോബഡി നമ്മൾ ഇംഗ്ലീഷ് മറ്റേ ഹോളിവുഡിലൊരു പടം ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ടേക്കൻ എന്ന് പറയുന്ന ലിയാം നീസന്റെ പടത്തിന്റെ ചെറിയൊരു കോൺസെപ്റ്റ് ഇതിനകത്ത് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, നല്ല ഡയറക്ഷന്, നല്ല ആക്ഷന്, നല്ല ആക്ടിങ്, എല്ലാം ഉൾക്കൊള്ളുന്ന നല്ലൊരു പടം തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് ഐ നോബഡി. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല എനർജറ്റിക് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡ്രാഗിങ് ആണ്. അതായത് കുറേ സ്ലോ മോഷനും സംഭവങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയെങ്കിൽ പടം ചിലപ്പോൾ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ആക്കാമായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ എനർജി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ കുറേ സ്ലോ മോഷനും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പടം ഒന്ന് അങ്ങ് ഡ്രാഗ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ത്രില്ലിംഗ് തന്നെയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പടം തന്നെയാണ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത് ഈ പറയുന്ന ഐ നോബഡി. തിയേറ്റർ വാച്ച് തന്നെയാണ്. അപ്പം തിയേറ്ററിലൊക്കെ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം, മിസ്സാക്കരുത്. നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു പടം തന്നെയാണ് ഐ നോബഡി.